ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന പാട്ടെഴുതിയ പാറശാല ഏരിയ കമ്മിറ്റിക്കും പിണറായിയെ വേണ്ട. ശരിക്കും പാറശാല ഏരിയ കമ്മിറ്റി പൊട്ടിക്കരയുകയാണ്. ചെയ്തുപോയ തെറ്റിനവർ പ്രായശ്ചിത്തം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പിണറായി വിജയൻ MLA സ്ഥാനം തന്നെ രാജിവെക്കണമെന്നാണ് പാറശാല CPMന്റെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം ഇനി അത് വടക്കേ അറ്റം വരെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാനാണ് പോകുന്നത്. ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം അഭിപ്രായമല്ല ഇത്. ഏരിയ കമ്മിറ്റി റിപ്പോർട്ടിങ്ങിലാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് സജയ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അതിരൂക്ഷ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് മാതൃകയാകണം എന്നാണ് യോഗത്തിൽ ആവശ്യമുയർന്നത്. റിപ്പോർട്ടിങ്ങിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന KK ജയചന്ദ്രൻ പങ്കെടുത്ത് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്നലെയാണ് ഏരിയ കമ്മിറ്റിയിൽ ഇത്തരമൊരു പരാമർശമുണ്ടായത്. പിണറായി വിജയനോട് ഒരു ദാക്ഷിണ്യവും വേണ്ട എന്നും കഴിഞ്ഞ 10 വർഷമായി CPMനെ മറന്ന് ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അഴിമതിയുടെ ഒരു താവളമാക്കി മാറ്റിയതിൻ്റെ ദുരന്തഫലമാണ് ഈ കണ്ട തോൽവി എന്നാണ് പ്രവർത്തകരുടെ വികാരം. ആ വികാരമാണ് പാറശാലയിൽ നിന്നും അതിശക്തമായി പൊങ്ങി വന്നത്. അതുകൊണ്ട് പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായിക്കാണ്. പാർട്ടി കോട്ടയിൽ പിണറായി 6 റൗണ്ട് പിന്നിൽ പോയി. അത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പോലും വേണ്ടാത്ത ഒരാളായി വിശ്വാസമില്ലാതെയായ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാകാൻ പോലും അയോഗ്യനാണ് അദ്ദേഹം എന്നാണ് CPMന്റെ കമ്മിറ്റി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും താമസിയാതെ MLA സ്ഥാനം തന്നെ രാജിവെച്ച് മാന്യത കാട്ടണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ വ്യക്തിപൂജ കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ് പാറശാലയിലേത്. പിണറായിയെ പ്രകീർത്തിച്ചുകൊണ്ട് കാരണഭൂതൻ പാട്ടും തിരുവാതിരയും അവതരിപ്പിച്ച സമയത്തെ ഏരിയ സെക്രട്ടറി തന്നെയാണ് ഈ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചത്. ഇതൊരു പാറശാലയിൽ ഒതുങ്ങുന്നതല്ല. കേരളത്തിലെ ഒട്ടുമിക്ക കമ്മിറ്റികളിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഉന്നയിക്കുന്ന ആവശ്യവും നിലപാടുകളും ഇതുതന്നെയായിരിക്കും. നമുക്കറിയാം, 34 വർഷം ഭരിച്ച ബംഗാളും 25 വർഷം ഭരിച്ച ത്രിപുരയും CPMന് ഇനി സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു ഇടമായി വന്നു. എങ്കിലും 10 വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ CPM ഇല്ലാതായിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ CPM ഇവിടെ നശിച്ചിട്ടില്ല എന്നും പിണറായി വിജയൻ്റെ CPM മാത്രമാണ് ഭരണത്തിൻ്റെ തണലിൽ കട്ടുമുടിച്ച് ഇവിടെ സ്വയം നശിച്ചു തീർന്നത് എന്നുമാണ് പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് ഇനിയും ഇവിടെ പാർട്ടി വേണമെങ്കിൽ 100% പിണറായി വിജയനെ ഒരു സ്ഥാനവും നൽകരുത് എന്ന് മാത്രമല്ല, പാർട്ടിയിലേക്ക് തന്നെ അടുപ്പിക്കരുത് എന്നാണ് CPMൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം. ഇതിൽ അധിക നാൾ പിടിച്ചു നിൽക്കാൻ പിണറായിക്കും കഴിഞ്ഞെന്ന് വരില്ല. കാരണം EMS മുതൽ അച്യുതാനന്ദൻ വരെയുള്ള മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചപ്പോൾ ഒന്നും തന്നെ കമ്മ്യൂണിസത്തെ പറയിപ്പിക്കുന്ന അഴിമതിയായി നടന്നിട്ടില്ല. ഇത് പിണറായിയുടെ നേതൃത്വത്തിൽ വ്യാപകമായി തട്ടിപ്പും സ്വജനപക്ഷപാതവും നടത്തുകയായിരുന്നു. ഇതേ രീതിയിലായിരുന്നു ബംഗാളിൽ അവസാന കാലഘട്ടത്ത് CPM തകരുന്നതിന് തൊട്ടു മുൻപ് ബുദ്ധദേവ് ഭട്ടാചാര്യ ചെയ്തിരുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒന്നും ആ പാർട്ടിയിൽ നിന്നില്ല ബംഗാളിൽ. അങ്ങനെയൊരു ഗതി കേരളത്തിലും വരാതിരിക്കാനാണ് പിണറായി വിജയനെ പൂർണ്ണമായും ഒഴിവാക്കാൻ താഴെത്തട്ടിൽ നിന്ന് തന്നെ ശബ്ദമുയർന്നു തുടങ്ങിയത്. ജനരോഷം പാർട്ടിയിലും ശക്തമായതോടെ ഇനി പിണറായിക്ക് രക്ഷയില്ല എന്നുറപ്പാണ്.